ഒന്നുകിൽ പാലം അല്ലെങ്കിൽ ജങ്കാർ സർവീസ്. ഈ ആവശ്യവുമായി നാട്ടുകാരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കൊല്ലം മൺട്രോത്തുരുത്ത് നിവാസികൾക്കാണ് ഈ ദുർവിധി. രണ്ടറ്റം കൂട്ടിമുട്ടാത്ത പാലവും തകരാറ് മൂലം കായലോരത്ത് വിശ്രമിക്കുന്ന ജങ്കാറും ഇവിടെ നാട്ടുകാരുടെ പൂർത്തിയാകാത്ത സ്വപ്നത്തിന്റെ സ്മാരകങ്ങളാണ്. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കൊല്ലം മൺട്രോത്തുരുത്തിലെ പട്ടംതുരുത്തിലേക്കും പെരുമണിലേക്കും ജനങ്ങൾ കായൽ മാർഗം പോകുവാൻ ആശ്രയിച്ചിരുന്നത് ജങ്കാർ സർവീസിനെയായിരുന്നു. എന്നാൽ ഇന്നിത് യന്ത്രത്തകരാറുകൾ മൂലം നിലച്ചിരിക്കുന്നു. വേലിയിറക്ക സമയത്തെ മൺതിട്ടയിൽ തട്ടിയാണ് ജങ്കാറിന്റെ എഞ്ചിൻ തകരാറിലായത്. 2 മാസം പിന്നിട്ടിട്ടും തകരാർ പരിഹരിച്ച് സർവീസ് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. വേലിയിറക്കത്തിൽ കായലിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് അടിത്തട്ടിലുള്ള തെങ്ങിൻ കുറ്റികളിൽ തട്ടാൻ തുടങ്ങിയത്. ഒടുവിൽ ജങ്കാറിലെ വള്ളത്തിന്റെ ഫൈബർ ബോഡി തകരുകയായിരുന്നു. സർവീസ് നിലച്ചതോടെ മൺട്രോത്തുരുത്തുകാർ കൊല്ലത്തേക്ക് എത്താനും മടങ്ങാനും 30 കിലോമീറ്ററിലേറെ ചുറ്റിക്കറങ്ങുകയേ മാർഗമുള്ളൂ. തകരാറുകൾ പരിഹരിച്ച് ഉടൻ തന്നെ ജങ്കാർ സർവീസ് ആരംഭിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി മറ്റൊരു യാത്രാമാർഗം എന്നത് ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. അതിൻ്റെ അവസ്ഥയും പരിതാപകരമാണ്. നിർമ്മാണം ആരംഭിച്ച് മധ്യഭാഗം കൂട്ടിമുട്ടിക്കാനാകാത്ത ഒരു പാലം. പെരുമണിനെയും പേഴംതുരുത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമൺ പാലം. 43 കോടി രൂപ മുടക്കി 425 മീറ്റർ നീളത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. സാധാരണ രീതിയിൽ പാലം നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം. നിർമ്മാണം പകുതി പിന്നിട്ടതോടെ സ്പ്രിങ്ങിൽ തൂക്കിയിടുന്ന തരത്തിലുള്ള നാവിഗേഷൻ സ്പാൻ മധ്യഭാഗത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കരാറുകാരൻ ഈ തീരുമാനത്തെ എതിർത്തതോടെ പാലം നിർമ്മാണം നിലച്ചു. അതോടെ പെരുമൺ റെയിൽവേ ട്രാക്കിന് സമീപത്തുകൂടി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ദുരിതയാത്ര. കാടുപിടിച്ച പ്രദേശത്തുകൂടി പകൽ സമയത്ത് പോലും യാത്ര പ്രയാസമാണ്. എന്തു ചെയ്യാം, ഇതൊക്കെ തങ്ങളുടെ വിധി എന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലം കടക്കുവോളം നാരായണ നാരായണ എന്നാണ് ചൊല്ല്. എന്നാൽ ഇവിടെ പാലം കടക്കണമെങ്കിൽ നാരായണ നാരായണ എന്ന് ചൊല്ലണം. എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും ഉറപ്പില്ലാത്ത ഈ പാലത്തിന് സമീപത്തു നിന്നും പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് മൺട്രോത്തുരുത്ത്. സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് എങ്കിൽ പഞ്ചായത്തുകളുടെ പിടിപ്പുകേടാണ് ജങ്കാർ സർവീസ് മുടങ്ങാൻ കാരണം. ഇനി കാരണങ്ങൾ എന്തു തന്നെയായാലും ദുരിതത്തിലാണ് നാട്ടുകാർ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. പാലം ഇത് ആദ്യം മുകേഷ് വന്ന് നല്ല പോലെ പണിഞ്ഞുകൊണ്ടിരുന്ന ഒരു പാലമാണിത്. ഒറ്റ വർഷം കൊണ്ട് അവർ ഡേ ആൻഡ് നൈറ്റ് പണിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റിയാസ് മന്ത്രിയായപ്പോൾ ഇതിനകത്ത് ഷോ കാണിച്ചു. ഷോ കാണിച്ചെന്ന് പറഞ്ഞാൽ അവിടെ തൂക്കുപാലോ ഇതെല്ലാം വന്ന് അവിടെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് പെൻഡിങ് ആയത്. ഇനി 1 വർഷം 2 വർഷം കഴിഞ്ഞാലും ഇത് തീരത്തില്ല. അപ്പോൾ ഈ ഒരു ജങ്കാർ സർവീസേ ഉള്ളൂ തുരുത്തുകാർക്കായാലും. ഞങ്ങൾക്കിപ്പം എറണാകുളത്ത് പോകണമെങ്കിലും ശാസ്താംകോട്ട പോകണമെങ്കിലും ചുറ്റുമലയിൽ പോകണമെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് 3-4 കിലോമീറ്റർ പോയാൽ മതി. ഞങ്ങളിപ്പോൾ കറങ്ങി പോകണമെങ്കിൽ 33 കിലോമീറ്റർ ആവും. ആ ഒരു ദുരിതമുണ്ട് ഞങ്ങൾക്ക്. ജങ്കാർ കുറച്ചാളെ കാണത്തുള്ളൂ. അവരും ചെയ്യുന്ന സർക്കാരും ചെയ്യുന്നില്ല. മുകേഷ് എം എൽ എ ഒക്കെ ഇപ്പോൾ ഫണ്ട് ഇലക്ഷൻ ആയപ്പോൾ വീണ്ടും ഫണ്ട് വിലയിരുത്തിയിരിക്കുന്നു. പക്ഷേ പണി നടക്കുന്നില്ല. 2 വരാനത്ത് നിൽക്കുന്നതാണ്. യാതൊരു പണിയും നടക്കുന്നില്ല. ആവശ്യം വേണ്ടത് പാലമാണ്. കാര്യം ഈ ജങ്കാർ ഉണ്ടായാൽ കൂടിയും അവർക്ക് ആവശ്യം പാലം തന്നെയാണ്. പാലം ശരിയായിരുന്നെങ്കിൽ ഞങ്ങൾക്കുള്ള യാത്ര വളരെ എളുപ്പമായേനെ. പിന്നെ ഇത് ഭയങ്കര ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ വരെ ഓട്ടോയിലാണ് വരുന്നത്. ഓട്ടോയിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകും. ട്രെയിൻ വരുന്നത് പേടിച്ചാണ്. കൊച്ചിനെയും കൊണ്ട് നടക്കുമ്പോൾ അതൊരു പേടിയില്ലേ. വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്തു നിന്നും സുധീഷ് നൽകും. സുധീഷ്, പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് MLA, ജങ്കാർ സർവീസിന്റെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത്, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ. എന്തായാലും ആശങ്കകൾക്ക് പരിഹാരമാകുമോ എന്നതാണ് ചോദ്യം. സുധീഷ്, 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, മറ്റൊന്ന് ഈ പ്രദേശം ഏറെ ടൂറിസം സാധ്യതകളുള്ള മൺട്രോത്തുരുത്ത് എന്നതുകൂടിയാണ്. ഇവിടെയാണ് ഇപ്പോൾ പാലം നിർമ്മാണം നിലച്ചതും ജങ്കാർ സർവീസ് തകരാറിലായി അത് കരയ്ക്കടുത്ത് വിശ്രമിക്കുന്നതും. ഈ 2 അവസ്ഥകളും കണ്ട് നാട്ടുകാർ ചോദിക്കുന്നത് അവരുടെ യാത്രാമാർഗം അല്ലെങ്കിൽ യാത്രാ ദുരിതം അത് എന്ന് തീരുമെന്നാണ്. ജങ്കാർ സർവീസിൻ്റെ പ്രധാന ഒരു തടസ്സമായി നിൽക്കുന്നത് ഈ പഞ്ചായത്തുകൾ, അതായത് ഈ 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. ഈ പഞ്ചായത്തുകളിൽ ആരാണ് ജങ്കാർ സർവീസ് കൃത്യമായി നടത്തേണ്ടത്, അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് ആരാണ് ഈ സർവീസിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഈ പഞ്ചായത്തുകൾ പരസ്പരം പഴിചാരുന്നത് മൂലം ജങ്കാർ സർവീസിനെ അത് ബാധിച്ചു. ജങ്കാർ സർവീസ് നിലച്ചു.
യാത്രാമാർഗമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി. ഒപ്പം മറ്റൊന്ന് പാലം നിർമ്മാണമാണ്. ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത് വർഷങ്ങളായുള്ള ഒരു ആവശ്യമാണ്. ഈ പ്രദേശവാസികൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ആ ആവശ്യം മുൻകൈയെടുത്ത് നടപ്പിലാക്കാൻ മുകേഷ് എം എൽ എ മുന്നിട്ടിറങ്ങുന്നു. പക്ഷേ MLA മുന്നിട്ടിറങ്ങി ഈ പാലം നിർമ്മാണം പകുതിയിലെത്തിയപ്പോൾ ടൂറിസം മന്ത്രി ഇടപെടുന്നു. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് ഈ പാലത്തിനെ ടൂറിസം പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായതിനാൽ ടൂറിസം രംഗത്തിന് ഒരു പ്രയോജനം വരുത്തുന്ന തരത്തിലുള്ള അത്യാധുനിക രീതിയിൽ സ്പ്രിങ്ങുകൾ ഘടിപ്പിച്ച് ഈ പാലത്തിൻ്റെ മധ്യഭാഗം മാറ്റണം എന്നൊരു തീരുമാനം ടൂറിസം വകുപ്പ് മന്ത്രി എടുക്കുന്നു. പക്ഷേ അപ്പോൾ ഈ പാല നിർമ്മാണത്തിൻ്റെ പൊളിച്ചെഴുത്ത് ഉണ്ടായിരിക്കുന്നു. ആ പൊളിച്ചെഴുത്തിൽ കരാറുകാരൻ അതൃപ്തി അറിയിച്ചു. കരാറുകാരൻ പിൻവാങ്ങി. അങ്ങനെ പാല നിർമ്മാണവും നിലച്ചു. ഈ രണ്ട് അവസ്ഥകൾ മൂലം ഏറെ ദുരിതത്തിലായിരിക്കുന്നത് ഈ നാട്ടുകാരാണ്.